ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ 102ാം സ്ഥാനത്താണ്. ഗുരുതരം അഥവാ സീരിയസ് എന്ന വിഭാഗത്തിലാണ് 123 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ വരുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 78 വർഷങ്ങൾ പിന്നിട്ടിട്ടും നമ്മളിൽ നല്ലൊരു വിഭാഗവും അതീവ ദരിദ്രരാണ് എന്നറിയിക്കുകയാണ് ഈ പട്ടിക. ഇന്ത്യയിൽ ഇത്തരം ഒരു പട്ടിക ചർച്ചയാകാതിരിക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ അതീവ കരുതൽ കാണിക്കുന്നുണ്ട്. ലോകത്തെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ടും രാജ്യത്ത് എത്രമാത്രം വലിയ അസമത്വം നിലനിൽക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സൂചിക. ജനസംഖ്യ കൂടുതലുള്ളത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല ഈ സ്ഥിതിവിശേഷം. ഇന്ത്യയോളം ജനസംഖ്യയുള്ള ചൈനയൊക്കെ അമേരിക്കയ്ക്കൊപ്പം ഏറ്റവും സുരക്ഷിതമായ സ്ഥാനത്താണ്. സൂചികയിൽ 5 പോയിന്റിൽ താഴെ സ്കോറുള്ള രാജ്യങ്ങളാണ് ഏറ്റവും സുരക്ഷിതമായ ആദ്യത്തെ 25 രാജ്യങ്ങൾ. ആ ഗണത്തിലാണ് ചൈനയും അമേരിക്കയും കുവൈറ്റും UAEയും ഒക്കെയും വരുന്നത്. ഇന്ത്യയുടെ ഹങ്കർ സ്കോർ എന്ന് പറയുന്നത് 25.8 ആണ്. അതായത് ആ ഒരൊറ്റ കണക്കിൽ നിന്ന് തന്നെ അന്തരം എത്ര വലുതാണെന്ന് നമുക്ക് വ്യക്തമാകും. സൊമാലിയയും കോങ്കോയും മഡഗാസ്കറും ഹെയ്ത്തിയും പോലുള്ള രാജ്യങ്ങൾ മാത്രമാണ് ഇന്ത്യ ഉൾപ്പെടുന്ന ഗുരുതര ഗ്രൂപ്പിന് പിന്നിൽ അതീവ ഗുരുതര ഗ്രൂപ്പിലുള്ളത്. കേരളം മാത്രം അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിതമായിട്ട് കാര്യമില്ല. ശേഷിക്കുന്ന 27 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടി പുറത്തു കടക്കേണ്ടതുണ്ട്. അത് എത്ര കാലം കൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ വ്യക്തതയില്ലതാനും.